2 ആഴ്ച മുമ്പ് കാണാതായ കുട്ടിയുടെ ഫോട്ടോ. ഇത് 2 ദിവസം മുമ്പ് കാണാതായ അമൃതയുടെ ഫോട്ടോ. ഈ 2 കേസിലും കോമൺ ഫാക്ടർ എന്താന്ന് വെച്ചാൽ സ്കൂൾ സ്റ്റുഡൻസ്, ഏജ് 16. രണ്ടുപേരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് കാണാതാവുന്നത്. ഇത് കൊല ചെയ്യപ്പെട്ട അമൃതയുടെ ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോയാണ് മാഡം. ഇത് അമൃത കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് കിട്ടിയ പാവയുടെ ഫോട്ടോയാണ്. നോക്കുമേ, സമൃദ്ധയുടെ തലയിലെ വെട്ടുകൾ തന്നെയാണ് ഈ പാവയുടെ തലയിൽ കാണുന്ന വെട്ടുകളും. സമൃദ്ധയുടെ കണ്ണുകളിൽ ചെയ്തിരിക്കുന്ന എന്താണോ അതെല്ലാം ഈ പാവയുടെ കണ്ണുകളിലും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മാം, സമൃദ്ധയുടെ നെറ്റിയില്, സമൃദ്ധയുടെ കാതുകളില്, മൂക്കിലെ മുറിവുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പാവയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ 2 മർഡറും ചെയ്തിരിക്കുന്നത് ഒരാളാണെന്ന്, ഐ മീൻ നീ പറയുന്ന ആ സൈക്കോ ആണെന്നാണ്. അതിനുള്ള ചാൻസ് ഉണ്ട് മാഡം. ഇതുവരെ ലോകത്തിലുള്ള സൈക്കോകളിൽ വെച്ച് 27% സൈക്കോകളും ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം സിഗ്നേച്ചേഴ്സ് ഉണ്ടാക്കാറുണ്ടെന്ന് റെക്കോർഡ്സിലുണ്ട് മാഡം. ഉദാഹരണത്തിന് 1970s US സോഡിയാക് എന്നൊരു സീരിയൽ കില്ലർ, അവൻ കൊന്ന വിക്ടിംസിന്റെ ബോഡിയിൽ ക്രോസ് പോലൊരു സിഗ്നേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെന്നീസ് റാഡർ എന്ന മറ്റൊരു സൈക്കോ കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ രഹസ്യ ഭാഗത്തായിരുന്നു സിഗ്നേച്ചർ മാർക്ക് ചെയ്തത്. തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ BTK, അത് അവന്റെ ഇനിഷ്യലായിരുന്നു. അതുപോലെ മുംബൈയിലെ രവീന്ദ്ര എന്ന സൈക്കോ വിക്ടിംസിനടുത്ത് സാധാരണ ബിയർ ബോട്ടിലാണ് വെക്കാറ്. വാഷിംഗ്ടണിൽ ജോൺ അലൻ മെലൻ എന്ന 2 പേര് കോളിംഗ് കാർഡ് പോലുള്ള ഒരു കാർഡാണ് സിഗ്നേച്ചേഴ്സ് ആയിട്ട് ഇട്ടിരുന്നത്. എന്നാൽ ജോൺ ഫീനിക്സ് എന്ന മറ്റൊരാൾ ഒടിഞ്ഞ കുരിശായിരുന്നു അടയാളമായിട്ടിരുന്നത്. 90s ലണ്ടനിലുള്ള മറ്റൊരു സീരിയൽ കില്ലർ കോൾ ഗേൾസിനെ കൊന്ന് ബോഡി 2 പാർട്ടാക്കുമായിരുന്നു. ഈ സൈനുകളുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഐഡന്റിറ്റി. അവരുടെ ക്രൂരമായ കൊലപാതകങ്ങളുടെ ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് കണ്ട് സൈക്കോകൾ സന്തോഷിക്കും. അവർക്ക് വേണ്ടതും അതൊക്കെ തന്നെയാണ്. ഇതുപോലെ 100 കണക്കിന് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പാവ അതുപോലൊരു സൈനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ റൂട്ട് മതിയെന്ന്. അപ്പോ ഞാൻ പോകുന്ന റൂട്ട് തെറ്റാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മാഡം. ഈ സംയുക്തയുടെ കൊല നടന്നപ്പോ ഇമാതിരി തെളിവൊന്നും കിട്ടിയില്ലല്ലോ അനിയ. അത് അന്വേഷിക്കാം മാഡം. ഓക്കേ, ഈ സംയുക്തയുടെ കൊലപാതക കേസ് നീ അന്വേഷിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ല. എന്റെ സിനിമയ്ക്ക് വേണ്ടി ന്യൂസ് പേപ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്താ മാഡം. ഇതൊക്കെ സ്ക്രിപ്റ്റിന് വേണ്ടി റെഫർ ചെയ്ത. ഓ, അത് ശരിയാണല്ലോ. നീ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നിട്ട് കൂടി നീ നിന്റെ അച്ഛന്റെ പേര് യൂസ് ചെയ്ത് യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെ SI ആയി കയറിയല്ലേ? അങ്ങനെയൊന്നും അല്ല മാഡം. ഏയ്, ആവശ്യമില്ലാത്ത കഥകളൊക്കെ ഇവിടെ കൊണ്ട് വിളമ്പാൻ ശ്രമിക്കരുത്, കേട്ടല്ലോ? നിന്റെ സ്ക്രിപ്റ്റ് നോളജ് സിനിമയിൽ ഇറക്കിയാൽ മതി. അനാവശ്യമായി അത് ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്ന് ഈ കേസിനെ തെറ്റായ വഴിയിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചോ കൊന്നുകളയുന്നതിന് ഞാൻ. നിന്റെ ഈ ക്രിയേറ്റിവിറ്റി സിനിമയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ നീ ഒരു ഡയറക്ടർ ആവുമായിരുന്നു. അതാവാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് തലവേദനയായിട്ട് ഇങ്ങോട്ട് കിട്ടിയെടുത്തത്. മാഡം പ്ലീസ്, സംയുക്തയെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബോഡിയാണ് കിട്ടിയത്. അമൃതയെ കാണാതായിട്ട് ഇപ്പോൾ 2 ദിവസം ആയിരിക്കാം. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അമൃതയ്ക്ക് അതുപോലെ സംഭവിക്കാം. അതുകൊണ്ടാണ് മാഡം ഞാൻ. നീ എനിക്ക് ഓർഡർ തരരുത്. പോയി സിഗരറ്റ് വാങ്ങിട്ടോ. പോടോ. ഞാൻ AC സംസാരിക്കുന്നത്. ആ ഏരിയ കവർ ചെയ്യും. പബ്ലിക്കിന്, പ്രത്യേകിച്ച് മീഡിയക്കാരെ അങ്ങോട്ട് വിടരുത്. ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ സമ്മതിക്കണ്ട. ഐ ആം ഓൺ ദ വേ. എടാ അരുണേ, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചടാ.